ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ. ഇതൊരു കസ്റ്റമർ റെഫറൻസ് ആണ് കേട്ടോ. ഇതിനനുസരിച്ച് ഒരു സ്കേർട്ടും ടോപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഓർഡറാണ്. ഞങ്ങളൊരു സ്ഥിരം കസ്റ്റമറുണ്ട്, ആൾ വഴി വന്ന ഓർഡറാണ് ഇത്. ഓർഡർ ബഡ്ജറ്റ് പറഞ്ഞത് ഒരു 5,000-5,500 ആ റേഞ്ചിനാണ് പറഞ്ഞത്. ഞങ്ങൾ ഓർഡർ എടുത്തു. ഞങ്ങളുടെ കഷ്ടകാലത്തിൽ ഞങ്ങളുടെ മെഷീനിൽ ഇത് സെറ്റായില്ല, ചെയ്യാൻ കഴിഞ്ഞില്ല, കംപ്ലൈൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ നേരെ എറണാകുളത്തേക്ക് അയച്ചു. എറണാകുളത്ത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ കൊടുത്തപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇവിടുന്ന് ഞങ്ങൾ പാറ്റേൺ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ അവരുടെ മെഷീനിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ റിട്ടേൺ ആക്കി. അപ്പോൾ റിട്ടേൺ ആക്കിയപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമുക്കത് കൊറിയർ പോയി തിരിച്ചു വരാനുള്ള ടൈം പീരീഡ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ, അതായത് ഇരിട്ടിയിൽ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കൊടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോഴാണെങ്കിലോ ഞങ്ങൾക്ക് ഇവിടുന്ന് ചക്കരക്കല്ലാണല്ലോ ഞങ്ങളുള്ളത്. അവിടെ നിന്ന് പോകാനുള്ള ദൂരം കാരണം, മടി കാരണം ഞങ്ങൾ അവരെടുത്ത് മെറ്റീരിയൽ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ മെറ്റീരിയൽ എടുത്ത് ചെയ്തപ്പോൾ ഫുള്ള് കുടുങ്ങി. അങ്ങനെ ആ മെറ്റീരിയൽ മൊത്തം വേസ്റ്റ്. ഫുള്ള് കുടുങ്ങിയെന്ന് പറഞ്ഞാൽ ഇതാക്കണ്ട, ഇതുപോലെ ഫുള്ള് കുടുങ്ങി വലിഞ്ഞ് അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. 7 മീറ്റർ മെറ്റീരിയൽ അതങ്ങനെ പോയി. വീണ്ടും പുതിയ മെറ്റീരിയൽ എടുത്ത് ചക്കരക്കല്ലിൽ നിന്ന് ഇരിട്ടി പോയി അവിടെ നിന്ന് അത് ചെയ്ത് തിരിച്ച് നാട്ടിൽ വന്ന് പിറ്റേ ദിവസം വീണ്ടും പോയി അവിടെ നിന്ന് ഈ വർക്ക് ചെയ്ത മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന് സ്റ്റിച്ച് ചെയ്ത ഒരു സാധനമാണിത്. അപ്പോഴാണ് പറയുന്നത്, നെക്ക് ഇങ്ങനെയല്ല വേണ്ടത്, ബോട്ട് നെക്കല്ല വേണ്ടത്, ആൾട്ടർ നെക്കാണ് വേണ്ടതെന്ന്. പക്ഷേ കസ്റ്റമർ എനിക്ക് അന്ന് മെഷർമെൻറ്റ് ബോട്ട് നെക്കിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളത് വെച്ച് ചെയ്തു. അങ്ങനെ വീണ്ടും ആ ബ്ലൗസ് മൊത്തമായിട്ട് അങ്ങ് മാറ്റി. കാരണം നെക്കിൻ്റെ പോർഷനിൽ ജോയിൻ ചെയ്യാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജോയിൻ ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. ഓൾറെഡി ഡബിൾ സിബൊക്കെ വരുന്ന ബ്ലൗസാണല്ലോ ഹൈനെക്ക് വരുന്നത് കൊണ്ട്. അപ്പം അത് മൊത്തം മാറ്റി വീണ്ടും പുതിയ ബ്ലൗസ്. ഇതാണിപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ്. എങ്ങനെയുണ്ട് ഇത്?